എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഞാൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. നോക്കൂ, ലോകം മുഴുവൻ സമാധാനമില്ലാതായിരിക്കുന്നു. നിങ്ങൾ സമ്മതിക്കുമല്ലോ അല്ലേ? പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതാണ്. നോക്കൂ, രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം, ഇനി രാജ്യങ്ങൾക്കുള്ളിൽ കലാപങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ. എന്തിൻ്റെ പേരിലാണ്? വിശ്വാസത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ പരസ്പരം മനുഷ്യൻ കൊല്ലുകയാണ്. എന്നിട്ടോ കുടുംബങ്ങളിലേക്ക് വരൂ, അവിടെ കൊലപാതകങ്ങളൊക്കെ കുറവായിരിക്കാം, പക്ഷേ സ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ പരസ്പരം വഴക്കുകൾ, തെറ്റിദ്ധാരണകൾ, പരസ്പരം കോൾഡ് വാർ അങ്ങനെ നടക്കുന്നു. എനിക്കറിയാം കുടുംബങ്ങൾ വർഷങ്ങളായി ഒന്നിച്ച് താമസിച്ചിട്ടും പരസ്പരം സ്നേഹിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ. എന്ത് അശാന്തിയാണല്ലേ! ഇനിയും നമുക്ക് വ്യക്തികളിലേക്ക് ഇറങ്ങി വരാം. ഓരോ മനുഷ്യനിലേക്കും ഓരോ സുനാമിയും വഹിച്ചുകൊണ്ടാണ് ഓരോരുത്തരും നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഉള്ളിലെ അശാന്തി ഒരു സുനാമി കണക്കെ പതഞ്ഞു പൊങ്ങുകയാണ്. സമാധാനമില്ലാതെ ഓരോ മനുഷ്യനും വളരെ 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 വിഷമിക്കുന്നു. നോക്കൂ, ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള നാട് നമ്മുടെ കേരളമാണ്. ഏറ്റവും കൂടുതൽ മദ്യാസക്തരുണ്ടാകുന്നത് നമ്മുടെ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ ലോകത്ത് സമാധാനമില്ല. ബൈബിൾ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ സമാധാനമില്ലാത്ത ലോകത്ത് സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരാണ്. അവരാണ് ഭാഗ്യവാന്മാർ, ലോട്ടറി അടിക്കുന്നവരല്ല. സമാധാനമുണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. എന്നാൽ ലോകം മുഴുവൻ സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, 1-ാം ലോക മഹായുദ്ധമുണ്ടായപ്പോൾ ഇനിയൊരു യുദ്ധമുണ്ടാകാതിരിക്കാൻ അവർ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കി. പക്ഷേ വിജയിച്ചില്ല. 2-ാം ലോക മഹായുദ്ധമുണ്ടായി. 2-ാം ലോക മഹായുദ്ധമുണ്ടായപ്പോൾ ഇനിയൊരു യുദ്ധമുണ്ടാകാതിരിക്കാൻ അവർ ഐക്യരാഷ്ട്ര സംഘടനയുണ്ടാക്കി, UNO. സമാധാനക്കേടാണ്. വീണ്ടും യുദ്ധങ്ങളുണ്ടായി, ഇന്നും യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നിങ്ങൾ സമാധാനം സമാധാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അശാന്തി ഉണ്ടാകും, അസമാധാനമുണ്ടാകും, നാശം വരുമെന്നാണ്. ലോകം മുഴുവൻ സമാധാനമുണ്ടാക്കാൻ, ഈ ലോകം ഇങ്ങനെ നിലനിന്ന് പോകാൻ, ഈ ലോകം മറ്റ് കുഴപ്പങ്ങളിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ടു പോകാതിരിക്കാൻ എന്തു ചെയ്യാമെന്ന് കുലങ്കഷമായി ആലോചിക്കുന്നു. എങ്ങനെ? AK-47 ഇങ്ങനെ തയ്യാറാക്കി വെച്ചുകൊണ്ടാണ് അവരതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ ലോകത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന സമാധാന ശ്രമങ്ങൾ വിജയിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? യുഗങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്ന പുസ്തകത്തിൽ, പെൻ ഓഫ് ഇൻസ്പിറേഷൻ, പ്രവചനാത്മരേഖ, മലയാളം പുസ്തകത്തിൽ പേജ് 286 ഗിരിപ്രഭാഷണം എന്ന അധ്യായത്തിൽ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകം സമാധാനമില്ലാതായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്നു, ലോകം മുഴുവൻ ദൈവത്തോട് ശത്രുതയിലാണ്. ലോകം മുഴുവൻ ദൈവത്തോട് ശത്രുതയിലാണ്. മനുഷ്യർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനെതിരാണ്. അതുകൊണ്ട് അവർ പരസ്പരം ശത്രുക്കളായി മാറുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ആവുന്നത്? ആദ്യം അവർ ദൈവത്തിനോട് എതിരാണ്, സൃഷ്ടിതാവായ ദൈവത്തിനോട്. കാരണം ഒരു മനുഷ്യനും ദൈവത്തെ സൃഷ്ടിതാവായി ഇന്ന് അംഗീകരിക്കാൻ ഇഷ്ടമല്ല. ദൈവമാണ് എൻ്റെ ഉടമസ്ഥൻ, ദൈവമാണ് എൻ്റെ നാഥൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ടി വരില്ലേ?
അതുകൊണ്ട് മനുഷ്യർക്ക് ദൈവമില്ല എന്ന് പറയാൻ ആയിരം ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദൈവമില്ല എന്ന് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും യാതൊരു പ്രാധാന്യവുമില്ല, പ്രസക്തിയുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തോടും മനുഷ്യർ ശത്രുതയിലാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സ്നേഹമാണ്. ആ സ്നേഹത്തിനോട് ശത്രുതയിലാകുമ്പോൾ മനുഷ്യർ പരസ്പരം ശത്രുക്കളാകുന്നു. എല്ലാ യുദ്ധത്തിൻ്റെയും അടിസ്ഥാനം മനുഷ്യനോടുള്ള ശത്രുത്വമാണ്. എല്ലാ കുടുംബത്തിൻ്റെയും അസമാധാനത്തിൻ്റെ കാരണം ആ വ്യക്തികൾക്ക് പരസ്പരമുള്ള അസമാധാനമാണ്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അസമാധാനത്തിൻ്റെ കാരണം അവരോട് തന്നെയുള്ള പകയാണ്. നോക്കൂ, വ്യക്തികൾക്ക് അസമാധാനം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമുക്ക് നമ്മളോട് തന്നെ സംതൃപ്തിയില്ല, നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമില്ല, നമുക്ക് നമ്മളോട് വെറുപ്പാണ്, നമുക്ക് നമ്മളോട് ദേഷ്യമാണ്, നമുക്ക് നമ്മളോട് പകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ പറ്റാതാകുന്നതിൻ്റെ കാരണം അടുത്തവനാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരാണ്, സാഹചര്യമാണ്. അതുകൊണ്ട് മനുഷ്യരെന്താ ചെയ്യുന്നറിയാവോ? ശത്രു സംഹാരം നടത്താൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളെ പകയ്ക്കുന്നവർക്ക് തിന്മ വരാനായിട്ട് മനുഷ്യൻ ദൈവത്തെയും വിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, മനുഷ്യനോട് തന്നെ വെറുപ്പാണ്. അശാന്തിയുടെ സുനാമികൾ വഹിച്ചുകൊണ്ട്, അശാന്തിയുടെ അഗ്നിപർവ്വതങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു നിമിഷാർദ്ധത്തിൽ ഓരോ മനുഷ്യനും പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന സമയമാണ്. യേശു പറയുന്നു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം ഞാൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനമല്ല. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല, അത് നിങ്ങൾക്ക് വ്യക്തിപരമായി തിരിച്ചറിയാൻ കഴിയുന്ന സമാധാനമാണ്. അത് സ്നേഹമാണ്, അത് ത്യാഗമാണ്, അത് സഹിഷ്ണുതയാണ്, അത് സൗമ്യതയാണ്. ഈ സ്നേഹത്തിന് നമ്മൾ എത്രമാത്രം യോഗ്യതയുള്ളവരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ യേശുവിൻ്റെ സമാധാനം നമ്മൾ കണ്ടെത്തണം. യേശുവിൻ്റെ സമാധാനം നമ്മൾ തിരിച്ചറിയണം. യേശുവിൻ്റെ സമാധാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സമാധാനമുണ്ടാക്കുന്നവരാകാൻ പറ്റും, സമാധാനമുണ്ടാക്കാൻ പറ്റുന്നവരാകും. അപ്പോൾ മനുഷ്യർ സമാധാനമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും സമാധാനമുണ്ടാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ സമാധാനമുണ്ടാക്കുന്നത് ഹൃദയത്തിന് നിരക്കാത്ത രീതിയിലാണ്. ഹൃദയത്തിന് നിരക്കാത്ത രീതിയിൽ. ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ ഒരു നാട്ടിലൊരു യുദ്ധമുണ്ടായെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടായെന്ന് വെച്ചോ. അതിനെ എങ്ങനെയാണ് ഒതുക്കിയിട്ട് നമ്മൾ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ പോലീസിനെയോ പട്ടാളത്തിനെയോ കൊണ്ടുവന്ന് ഈ ശല്യം ഉണ്ടാക്കുന്ന ആളുകളെ മുഴുവൻ അടിച്ചൊതുക്കും, അല്ലെങ്കിൽ കൊന്നൊടുക്കും. അങ്ങനെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത്തരത്തിൽ സമാധാനം ഉണ്ടാക്കുന്നത് നീതിയല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം ജനിച്ച ഓരോ മനുഷ്യനും ജീവിക്കാൻ അവകാശമുണ്ട്. ജനിച്ച ഓരോ മനുഷ്യനും ജീവിക്കാൻ അവകാശമുള്ളത് കൊണ്ട് ഓരോരുത്തരുടെയും ജീവന് വിലയുണ്ട്. ഒരുത്തൻ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ശത്രു മനോഭാവത്തിലൊക്കെ ആണെങ്കിലും അവനും മനുഷ്യനാണ്. അവൻ്റെ ജീവൻ നമുക്ക് എടുക്കാൻ അവകാശമില്ല. ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ വേറൊരാളുടെ ജീവൻ എടുക്കാനും നമുക്ക് അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സമാധാനത്തിനു വേണ്ടി മറ്റൊരാളെ കൊന്നുണ്ടാക്കുന്ന സമാധാനം നീതിയല്ല എന്ന് നമുക്കറിയുന്നത് കൊണ്ടാണ് നമുക്കാർക്കും ഇന്നത്തെ സമാധാന ശ്രമങ്ങൾ ശാശ്വതമായ സമാധാന ശ്രമമല്ല, അത് ശാശ്വതമായ സമാധാനമുണ്ടാക്കില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്.
അപ്പോൾ ലോകത്തിൻ്റെ സമാധാന ശ്രമങ്ങൾ ഒരിക്കലും എന്നേക്കും നിലനിൽക്കുന്ന സമാധാന ശ്രമങ്ങളാവില്ല. കാരണം അത് ഹൃദയത്തിന് നിരക്കാത്ത, ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമാധാന ശ്രമമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ സമാധാനമുണ്ടാക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് സമാധാനമുണ്ടാക്കുക നമ്മുടെ ഉള്ളിൽ? യേശുവിൻ്റെ സമാധാനം നമുക്ക് എങ്ങനെയാണ് നേടാൻ സാധിക്കുക? അവൻ നമ്മളെ സ്നേഹിക്കുന്നത് തിരിച്ചറിയുമ്പോൾ, ഒന്നാമതായി യേശുവിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമുക്ക് വേണ്ടി വാക്യത്താലും എഴുതപ്പെട്ട വചനത്താലും കാൽവരി ക്രൂശിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കുള്ളിൽ ശാന്തി വരും, ഉള്ളിൽ സമാധാനം വരും, ഉള്ളിൽ പ്രത്യാശ വരും. ആ ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ നമുക്ക് സമാധാനം നൽകും. അതുകൊണ്ടാണ് പെൻ ഓഫ് ഇൻസ്പിറേഷൻ പറയുന്നത്, ദൈവം എന്താണ്, യേശു എന്താണ് എൻ്റെ രക്ഷയ്ക്കു വേണ്ടി ചെയ്തത് എന്ന് ആലോചിക്കാതെ, ധ്യാനിക്കാതെ ഒരു നിമിഷം പോലും ഈ ലോകത്ത് നമുക്ക് സമാധാനമായി സന്തോഷമായി ജീവിക്കാൻ കഴിയില്ല. യേശു നമുക്ക് വേണ്ടി ചെയ്യുന്ന സ്നേഹം, ത്യാഗം, അവൻ്റെ സുരക്ഷിതത്വം, അവൻ്റെ കരുതൽ, അവൻ്റെ ശക്തി, ഇതിൽ നമ്മൾ ആശ്രയിക്കാത്തിടത്തോളം കാലം നമുക്ക് സമാധാനം കിട്ടത്തേയില്ല. കാരണം മനുഷ്യൻ പ്രത്യാശയില്ലാതായി പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയണം, ദൈവസ്നേഹത്തെ ആശ്രയിക്കണം, ദൈവസ്നേഹത്തെ അംഗീകരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നെരിപ്പോടുകൾ കെട്ടുപോകും. കാരണം ദൈവം ഉണ്ടല്ലോ പരിഹാരം തരാൻ. അവൻ സൗഖ്യദായകനായി, അവൻ പരിപാലകനായി, അവൻ എല്ലാം നൽകുന്നവനായി, ദാതാവാകുന്ന ദൈവമായി നമുക്കൊപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ചും വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. രണ്ടാമതായി യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രാമം നൽകും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ള മനുഷ്യരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. അപ്പോൾ നമുക്ക് സമാധാനമുണ്ടാകണമെങ്കിൽ രണ്ടാമതായി നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് പോകണം. നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ നമ്മളെ ആശ്വസിപ്പിക്കും, അവൻ നമുക്ക് സമാധാനം തരും, നമ്മുടെ ആകുലതകളെ മാറ്റും, നമ്മുടെ ഭാരങ്ങളെ മാറ്റും, നമ്മുടെ ചിന്തകളെ മാറ്റും, നമ്മുടെ ആശങ്കകൾ മാറ്റും, നമ്മുടെ ഉത്കണ്ഠകൾ മാറ്റും. നമുക്കുത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കർത്താവിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും. യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് മനുഷ്യന് വിശ്രമമില്ല. ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നിടത്ത് ഞാൻ നിങ്ങൾക്ക് വിശ്രാമം നൽകുമെന്നാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യന് വിശ്രമമില്ല. മനുഷ്യരെല്ലാം അധ്വാനിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, മൊബൈൽ ഫോണിൻ്റെ ഉദാഹരണം നമുക്കറിയാം. ഒരുപാട് വിൻഡോകൾ ഒരേ സമയത്ത് തുറന്നു വെച്ചാൽ മൊബൈൽ ഹാങ്ങായി പോകും. ഹാങ്ങായാൽ അത് ഡെഡായും, അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇന്ന് മനുഷ്യരെന്താ ചെയ്യുന്നറിയാമോ? ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, വീട്ടിലെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം, ജോലിക്കാര്യം, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരേ സമയത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എട്ടും പൊട്ടും തിരിയാതെ മനുഷ്യർ അശാന്തിയിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നഷ്ടപ്പെടുത്തുന്ന സമയം നഷ്ടപ്പെടുത്താതെ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, നിങ്ങളുടെ ഭാരങ്ങൾ എനിക്ക് തരിക, ഞാൻ നിങ്ങൾക്ക് പരിഹാരം തരും. അപ്പോൾ നിങ്ങൾക്ക് വിശ്രമം കിട്ടും, നമുക്ക് ശരിയായ വിശ്രമം കിട്ടും. അപ്പോൾ നമുക്ക് ആശ്വസിക്കാൻ കഴിയും, അപ്പോൾ നമുക്ക് സമാധാനം കിട്ടും. മൂന്നാമതായി, നമുക്ക് സമാധാനം കിട്ടാനായിട്ട് നമ്മൾ അവൻ്റെ
പ്രാർത്ഥനയിലുറ്റിരിക്കണം. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കണം. നമ്മൾ കർത്താവായ യേശുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ മാറും. കർത്താവ് നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കും. അവൻ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനാകും. അങ്ങനെ നമ്മൾ കർത്താവിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ മാറുകയും നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുന്നതിലൂടെ നമുക്ക് സമാധാനം കിട്ടും. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് സമാധാനം കിട്ടും. അവൻ്റെ അടുത്തേക്ക് പോകുന്നതിലൂടെ നമുക്ക് ആശ്വാസം കിട്ടും. അവനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് സമാധാനം കിട്ടും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ സമാധാനം നമ്മൾ നിറയ്ക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും സമാധാനം കൊടുക്കുന്നവരായിത്തീരും. കാരണം എൻ്റെ സമാധാനം ഞാൻ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടുന്നത് തിരിച്ചറിയുന്ന മനുഷ്യർക്ക് നമ്മളോട് സമാധാനം ചോദിക്കാൻ കഴിയും. ഒരുപക്ഷെ ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ ഏകദേശമൊക്കെ ഒരുപോലെയാണ്. കാരണം സാമ്പത്തിക പ്രശ്നം അതെല്ലാവർക്കും ഉള്ളതാണ്. പട്ടിണി അത് മിക്കവാറും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, ചിലർക്കൊഴിച്ച്. ഇനിയും ഇമോഷണൽ പ്രോബ്ലംസ്, വൈകാരികമായ പ്രശ്നങ്ങൾ, ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ സങ്കടമോ വിഷാദമോ, അതൊക്കെ ഇന്ന് പല ആളുകൾക്കും ഉള്ളതാണ്. അത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള പ്രശ്നങ്ങളല്ല, ഒരാളുടെ മാത്രം പ്രശ്നമല്ല. അപ്പോൾ ഇത് നമ്മുടെയും പ്രശ്നമാണ്, കർത്താവിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെയും പ്രശ്നമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണം, അതിജീവിക്കണമെന്ന് അവർക്ക് അറിവില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് ദൈവം തരുന്ന സമാധാനം, ആശ്വാസം, ഹൃദയ സമാധാനം, ആന്തരിക സമാധാനം അറിയുമ്പോൾ നമ്മൾ ജീവിതത്തെ എങ്ങനെ നേരിടുന്നു, ഓരോ പ്രതിസന്ധിയും നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നതെന്ന് ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണുന്ന സന്ദർഭത്തിൽ അവർ നമ്മൾ എങ്ങനെയാണ് സമാധാനം കണ്ടെത്തുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരും. അയ്യോ സഹോദര, നിങ്ങളെങ്ങനെയാണ് ഈ പ്രശ്നത്തെ നേരിട്ടത്? അതുപോലെ എന്നെയും കൂടെ പഠിപ്പിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എന്നെ കൂടെ ഈ സമാധാനത്തിലേക്ക് നയിക്കണമേ എന്ന് പറയാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ സമാധാനമുണ്ടാക്കുന്നവരാകുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായിത്തീരും. നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വയം മാനേജ് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മൾ സന്തോഷത്തോടെ അതിജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവത്തെ കാണാൻ, ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാനുള്ള വഴികൾ തുറക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ സമാധാനമുണ്ടാക്കുന്നവരായി മാറുന്നത്. അത്തരത്തിൽ നമ്മൾ സമാധാനമുണ്ടാക്കുമ്പോൾ മറ്റു മനുഷ്യർക്കും സമാധാനമുള്ളവരായി തീരാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുന്നുണ്ടോ, അതോ മറ്റുള്ളവർക്ക് സമാധാനക്കേട് കൊടുക്കുന്നവരായി മാറിയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രതിസന്ധികളെ നേരിടുന്നത്? കർത്താവ് നമ്മളെ നോക്കുകയാണ്. കാരണം ഈ ലോകത്ത് മനുഷ്യർക്കെല്ലാവർക്കും എന്താണ് കാണണം, അവർക്ക് വിശ്വസിക്കണമെങ്കിൽ കാണണം. ദൈവം സമാധാനമാണെന്ന് പറയുമ്പോൾ, ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവാണെന്ന് പറയുമ്പോൾ, ദൈവിക സമാധാനം എന്താണെന്ന് മറ്റുള്ളവർ കണ്ടെങ്കിലേ അവർ വിശ്വസിക്കുകയുള്ളൂ. അതാണ് ഗോസ്പലിനെ കോണ്ടെക്സ്റ്റലൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ ദൈവിക സമാധാനം ആസ്വദിച്ച് ഓരോരോ വിഷമങ്ങളെ മാറ്റി അതിജീവിക്കുന്നത് എന്ന് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവം നിലനിൽക്കുന്നു എന്ന് കാണാനുള്ള മാർഗങ്ങളായി നമ്മൾ മാറും. അതായത് അവർ ദൈവത്തെ കാണുന്നത് നമ്മളെ കാണുന്നതിലൂടെയായിത്തീരും. നമ്മുടെ ജീവിതത്തെ, പ്രതിസന്ധികളെ നേരിടാനുള്ള അസാമാന്യമായ അറിവ്, അസാമാന്യമായ ജ്ഞാനം, അസാമാന്യമായ ഉൾക്കാഴ്ച, അസാമാന്യമായ ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവത്തെ നമ്മളിലൂടെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണ് മറ്റുള്ളവർക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയുക. അപ്പോൾ മാത്രമേ ദൈവം നിലനിൽക്കുന്നു എന്ന്
മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ കാണാൻ കഴിയും. അതാണ് ദൈവം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി മാറുന്നത് നമ്മുടെ ജീവിതങ്ങളായി മാറും. അപ്പോൾ നമ്മൾ സമാധാനമുണ്ടാക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തികളായിത്തീരും. നമ്മൾ സമാധാനമുണ്ടാക്കുന്നവരായിത്തീരും. ഹൃദയത്തിന് നിരക്കുന്ന സമാധാനങ്ങൾ ജീവിതങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾ പ്രാപ്തരായിത്തീരും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മളെ മക്കളാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ മക്കളാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കാമോ? കർത്താവേ, ഞാൻ സമാധാനമുണ്ടാക്കുന്ന ആളായി മാറണം. എൻ്റെ ജീവിതം കൊണ്ട് അങ്ങയെ കാണണം. കർത്താവേ, ഈ ലോകത്ത് നന്മ പുലരാനായിട്ട് സ്നേഹത്തിന് മാത്രമേ സാധിക്കുള്ളൂ. സമാധാനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സ്നേഹത്തിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്നാണ് സമാധാനം ഉണ്ടാകേണ്ടുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുകയും അതുപോലെ മറ്റുള്ളവർക്ക് സമാധാനം നൽകാൻ പ്രേരണയായിത്തീരുന്ന ജീവിതങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൻ്റെ കൃപയാൽ ഞങ്ങളെ അതിന് സാധ്യമാക്കി തീർക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് ഈ സമയത്ത് പറയാൻ കഴിയുമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. അവൻ്റെ മക്കളെന്ന അവകാശം തരും. അവൻ നമ്മളെ പുത്രീപുത്രന്മാരാക്കി മാറ്റും. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി കാണാൻ സാധിക്കുമോ? ഈ മഹാസമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്കൂ, ഇത്ര വലിയ മഹാസമാധാനം അനുഭവിക്കാനായിട്ട് ഞാൻ യോഗ്യതയുള്ള ആളാണോ? എനിക്ക് കുറവുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് പ്രതിസന്ധികളുണ്ടെങ്കിലും കർത്താവേ, നീ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര വലിയ സമാധാനം തന്നു. അതുകൊണ്ട് നിൻ്റെ സമാധാനം അനുഭവിക്കാൻ ഞാൻ യോഗ്യത ഇല്ലാത്തവനായിരുന്നെങ്കിലും നീ നിൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറച്ചു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. നിൻ്റെ പുത്രീപുത്രന്മാരായി മാറാൻ ഞങ്ങൾക്ക് സാധിക്കും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുകയാണ്. ഈ ലോകത്തിന് സമാധാനത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ നീ ഞങ്ങളെ ഉപയോഗിക്കണമേ. നീ ഞങ്ങൾക്ക് മഹാസമാധാനം തരണമേ. നീ സമാധാനത്തിൻ്റെ പ്രഭുവാകുന്നു. നിന്നിൽ നിന്ന് സമാധാനം അനുഭവിക്കുവാനും ആ സമാധാനം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും ഈ സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ വിലാസത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാവുന്നതാണ്. എല്ലാ സന്ദേശങ്ങളും കേൾക്കുവാനായി ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരും അവിടെയായി കാത്തുപരിപാലിക്കട്ടെ. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.